ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നൈറ്റി ബിറ്റ് വെച്ചിട്ടൊരു കുർത്തി ചെയ്തെടുത്താലോ. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലേസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നൈറ്റി ബിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 3 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ മെറ്റീരിയൽ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് യോക്ക് പാർട്ടാണ്. എനിക്ക് കറക്റ്റ് അളവ് യോക്ക് പാർട്ടിൻ്റെത് 15 ഇഞ്ചാണ്. ഇത് ഞാൻ ഈ ഒരു മോഡൽ ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ ഹാഫ് ഭാഗമുള്ളൂ കേട്ടോ യോക്ക് പാർട്ട് എടുക്കുന്നത്. അത് ഞാൻ 10 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. ഷോൾഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് 4.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 7.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ലെങ്ത് ആയിട്ട് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യോക്ക് പാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 10.5 ആണ്. എല്ലാ ഭാഗത്തും കൂടെ 10.5 ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് ഭാഗമാണ് ഞാൻ യോക്ക് പാർട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഈ ഒരു കട്ടിങ് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. എനിക്ക് യോക്ക് പാർട്ട് വേണ്ടത് 15 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ ഹാഫായിട്ട് 10.5 എടുത്തിട്ടാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആം ഹോളിൻ്റെ അവിടെ എന്ത് ചെയ്യുക, 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. 4.5 ആണ് ഞാൻ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു വി നെക്കാണ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു നെക്കാണ് കേട്ടോ വി നെക്ക്. എൻ്റെ അധിക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഞാൻ വി നെക്ക് തന്നെയാണ് ചെയ്തെടുക്കൽ. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും സിമ്പിളാണ്. അധികം ഇങ്ങനെ വൈഡായിട്ട് നിൽക്കുകയും ചെയ്യൂല കേട്ടോ. വി നെക്കാവുമ്പോൾ നമുക്ക് വെയർ ചെയ്യാനും സുഖമാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ച് തന്നെയാണ്. ലെങ്ത്തും കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ്. നമുക്കൊരു റൗണ്ട് നെക്കായിട്ടാണ് കേട്ടോ ഞാൻ ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മടക്ക് വരുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, മുകൾ വശം, ആ ഒരു വശമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ലെങ്ത്ത് വേണ്ടത് 17 ഇഞ്ചാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് വേണ്ടത് 6.5 ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 17 ഇഞ്ചാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ലെങ്ത്തും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ 17 ഇഞ്ച് വേണ്ടത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഞാൻ 6.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സ്ലീവിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴേക്ക് ഒരു 4.5 മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത ടൈമിൽ 7.5 ആണ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ലീവിലൊരു 4.5 മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 7.5ലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സ്ലീവ്. ഇനി നമ്മൾ ഇതിൻ്റെ എൻഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 6.5 ആണ്. അതിൽ അര ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഞാൻ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രില്ലിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീതി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് എന്നുള്ളത് എടുക്കാം കേട്ടോ. എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടിയിരുന്നത് 43 ആണ് ടോട്ടൽ ലെങ്ത്ത് വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് 10.5 ആണല്ലോ മാർക്ക് ചെയ്തത്, അത് കുറച്ചിട്ട് ബാക്കി എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് എടുക്കണം കേട്ടോ. എനിക്ക് ടോട്ടൽ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് 34 ആണ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തല്ലോ, ആ ഒരു ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ എൻഡ് ഭാഗം നമ്മളൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ ചെരിച്ചിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. ഇതിൽ കാണിക്കണ പോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ ഈ ഒരു കട്ടിങ് മാത്രമേ കൊടുക്കണുള്ളൂ. ബാക്കി നമുക്ക് എത്രയാണോ കറക്റ്റ് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നമ്മുടെ ഡ്രസ്സൊന്നും ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പീസാണ്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക, ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നെക്ക് പതിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിനൊരു ഫേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് 4ആയിട്ട് വരുന്ന പീസാണ്. ആദ്യം ഇത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. യോക്ക് പാർട്ട് നെക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിതിൽ കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് മറിച്ചിട്ട് പതിച്ചെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പീസ് ഒന്ന് മറിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു മറിച്ച് വെച്ച പീസ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് മറിച്ചിട്ട് പതിച്ചെടുക്കണം കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടോ നമുക്ക് കിട്ടുക. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് നെക്കിൻ്റെ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ബാക്ക് നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സ്ലീവും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡ് ഉണ്ടല്ലോ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഷോൾഡറിൻ്റെ ആ ഒരു എൻഡ് ഭാഗവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ഭാഗം കൂടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 7.5 ആം ഹോൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4.5 നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടെ കട്ട് ചെയ്തെടുത്തല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഞാനിവിടെ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് പാർട്ട് ഉണ്ടല്ലോ, സ്കേർട്ട് പാർട്ട് നമുക്ക് എന്ത് ചെയ്യുക, യോക്ക് പാർട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗം കൂടെ നമുക്ക് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഞാനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്ക് പാർട്ടിലും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് സ്റ്റിച്ച് ലെങ്ത്തായിട്ടൊരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു 2 ഇഞ്ച് വരെ നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലേസ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, സ്ലീവിലും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിവിടെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. യോക്കിൻ്റെ ആ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു ലേസ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും കൂടെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ആദ്യം സ്ലീവ് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലേസും കൂടെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലേസും കൂടെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ഞാൻ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ എൻഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് സ്ലീവിൻ്റെ എൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലേസ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫുള്ളായിട്ടൊന്ന് സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ തായ് ഭാഗം കൂടെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ റോളഡ് ഹെമ്മിങ് ആണ് തായ് ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ എല്ലാത്തിനും മറുപടി തരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.